ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലെ അന്വേഷണത്തിൽ കേന്ദ്രത്തിന് അതൃപ്തി എന്ന് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും കേവലം സന്നിധാനത്തെ ഉദ്യോഗസ്ഥരെ മാത്രമാണെന്നും എന്നാൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നുള്ള പരാതിയാണ് കേന്ദ്രത്തിനുള്ളത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതുകൂടാതെ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് നേരിട്ട് തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം ഈ കേസിന്റെ അന്വേഷണത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുകയും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ തന്നെ പിടിച്ചു കുലുക്കിയ, രാജ്യത്തിന് തന്നെ മുന്നിൽ കേരളത്തിന് നാണക്കേടായ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, 2-ാം പ്രതി മുരാരി ബാബു, 3-ാം പ്രതിയും മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സുധീഷ് കുമാർ. ഈ 3 പേരും കേവലം ഇതിലെ പ്രതികളാണെങ്കിൽ പോലും ഇവർക്ക് പിന്നിൽ അതിശക്തമായിട്ടുള്ള മറ്റൊരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും മനസ്സിലാകുന്നതാണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കേവലം ഇടനിലക്കാരൻ മാത്രമാണ്. മുരാരി ബാബു ആകട്ടെ ഇതിന്റെ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണെങ്കിൽ കൂടി മുരാരി ബാബുവിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതിന് പിന്നിൽ വമ്പൻ VVIPകൾ ഉണ്ടാവാം. സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സ്വർണ്ണപ്പാളി ചെമ്പ് പാളിയാണെന്ന് മാറ്റി എഴുതുന്നതിൽ പ്രധാനിയായിരുന്നു സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സുധീഷ് കുമാറിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മുൻ ദേവസ്വം കമ്മീഷണറായ N വാസുവിനെ കുറിച്ച്, മുൻ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി മാറിയ N വാസു, പിണറായി വിജയന്റെ വിശ്വസ്തൻ, ഇടതു സഹയാത്രികൻ, അറിയപ്പെടുന്ന CPM സഹയാത്രികനായ N വാസു, ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ, വിവാദ കാലഘട്ടത്തിൽ ദേവസ്വം കമ്മീഷണറായിരുന്നു. പിന്നീട് അന്ന് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ, ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്നതിന്റെ ഉപകാരസ്മരണയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകി ഇടതു സർക്കാർ, പിണറായി സർക്കാർ. അങ്ങനെ ചരിത്രത്തിലാദ്യമായി 2 പദവികളും വഹിച്ച N വാസു. ആ N വാസുവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഗുരുതരമായിട്ടുള്ള തെളിവുകളുമാണ് സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് നൽകിയത്. പിന്നാലെ N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനൊടുവിൽ N വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്നാൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണ സംഘം അറസ്റ്റിൽ നിന്ന് പിന്മാറി. അറസ്റ്റ് ചെയ്യാനാകാതെ അന്വേഷണ സംഘത്തിന് പിന്മാറേണ്ടി വന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം ഒരിക്കൽ കൂടി കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പിണറായി സർക്കാരിന് കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും എവിടെയും എത്തില്ല. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തില്ല. അന്വേഷണം വഴിമുട്ടിപ്പോകും. യഥാർത്ഥ പ്രതികളെ പിടികൂടണമെങ്കിൽ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഒരു സമിതി അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ അകത്താവുകയുള്ളൂ, പ്രതികളെ പിടികൂടാൻ കഴിയുകയുള്ളൂ. ഇതാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം കേന്ദ്രത്തെ ഒരിക്കൽ കൂടി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അതൃപ്തി കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അധികം വൈകാതെ EDയും ആദായനികുതി വകുപ്പും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് കേരളത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കേന്ദ്രത്തിന്റെ നിർണായകമായ ഇടപെടലുണ്ടാകും. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് അതിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ടെങ്കിൽ കൂടി ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയായിരിക്കും കേന്ദ്ര ഏജൻസികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടപെടാൻ എത്തുന്നത്. N വാസുവിന്റെ പങ്ക് കൃത്യമായി തെളിയിക്കുന്ന ചില നിർണായകമായ തെളിവുകൾ സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.
എൻ വാസുവിലേക്ക് അന്വേഷണം നീളുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം നീളും. ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ അതിലേക്ക് തിരിച്ചുകൊണ്ട് വൻതോതിലുള്ള സ്വർണ്ണക്കൊള്ളയും വൻതോതിലുള്ള അമൂല്യ സാധനങ്ങളുടെ കൊള്ളയുമാണ് ഈ സംഘം ലക്ഷ്യമിട്ടത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പിന്നാലെ കൊറോണ വന്നു, ലോക്ക്ഡൌൺ ആയി, ശബരിമല സന്നിധാനം അടച്ചിട്ടു. ഈ സമയത്ത് കൃത്യമായി തന്നെ ഈ സമയത്തെ മുതലെടുത്തുകൊണ്ട് വൻതോതിലുള്ള സ്വർണ്ണക്കൊള്ള ശബരിമല സന്നിധാനത്ത് നിന്നും ഈ ടീമുകൾ നടത്തിയെന്നും അന്വേഷണ സംഘത്തിന് ഇപ്പോൾ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. കേവലം 2, 3, 4 കിലോ സ്വർണമല്ല സന്നിധാനത്ത് നിന്ന് കളവ് പോയത്. സന്നിധാനത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കളവ് പോയി എന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി തന്നെ തെളിവുകൾ ലഭിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അത് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കേസാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസിൽ തന്നെ, ആ മോഷണത്തിൽ തന്നെ 2 കിലോ സ്വർണം നഷ്ടപ്പെട്ടിരിക്കാമെന്ന് അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തി. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പ്രതി ചേർത്തിരിക്കുന്നു. രണ്ടാമത്തെ കേസ് എന്താണ്? ശബരിമല ശ്രീകോവിലിലെ വാതിൽപ്പടികളിലെയും കട്ടളകളിലെയും സ്വർണപ്പാളി കളവ് പോയിരിക്കുന്നു. നിലവിൽ അത് പൂശിയിരിക്കുന്നത് ചെമ്പുവാളിക്ക് പുറത്ത് ചായം പൂശിയാണ് അവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. അത് എത്ര കിലോ സ്വർണം ഉണ്ടായിരിക്കാം? വിജയ് മല്യ 98-ൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സമയത്തുള്ള രേഖകൾ പ്രകാരമാണെങ്കിൽ 2900 ഗ്രാം സ്വർണം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് 3 കിലോയിൽ അടുപ്പിച്ച് സ്വർണം ആ വാതിൽപ്പാടിയിലും അതുപോലെ കട്ടിളപ്പാളിയിലും പൊതിഞ്ഞിരിക്കാം. ആ സ്വർണം പൂർണ്ണമായും കളവ് പോയി എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ കേസിന്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതായി മാറി എന്നുള്ളത് ചിന്തിക്കണം. ഇതുകൂടാതെ ശബരിമല ശ്രീകോവിലിന്റെ മുകളിലെ മേൽക്കൂരയിലുള്ള സ്വർണ്ണപ്പാളികൾ, അത് ഒറിജിനൽ സ്വർണ്ണപ്പാളി തന്നെയാണോ ഇപ്പോഴുള്ളത്? ഏകദേശം കിലോ കണക്കിന് സ്വർണം, 15 കിലോയ്ക്ക് മുകളിൽ സ്വർണമാണ് ആ മേൽക്കൂരയിൽ മാത്രം ഉപയോഗിച്ചത്. ആ സ്വർണം ഇപ്പോഴുമുണ്ടോ? ശബരിമല ശ്രീകോവിലിന്റെ 3 ചുമരുകളും ചുറ്റുചുമരുകളിലുമുള്ള സ്വർണ്ണപ്പാളികൾ ഒറിജിനലാണോ? ശ്രീകോവിലിന് ചുറ്റുമുള്ള 8 തൂണുകൾ, ആ തൂണുകളിൽ പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ഇപ്പോഴുമുണ്ടോ? അതോ അത് ഇളക്കിയെടുത്ത് ചെമ്പുപാളി പതിപ്പിച്ചതാണോ? ഇതേക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ രീതിയിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീളുന്നില്ല, കേവലം ഉദ്യോഗസ്ഥരിൽ അന്വേഷണം അവസാനിക്കുന്നു എന്നുള്ള വലിയ പരാതി വിശ്വാസികളും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളും ഉന്നയിക്കുന്നു. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെയും പരാതി. കേന്ദ്ര ഏജൻസികൾ ശബരിമലയിലേക്ക് പറന്നിറങ്ങുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.